നമസ്കാരം. സഖാവ് KT ജലീൽ ഒരു കടുങ്കൈ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? പെറ്റ തള്ള സഹിക്കൂല. സത്യം. ഒരു ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ രൂപത്തിലാണ് പിണറായി വിജയനുള്ള വാഴ്ത്തുപാട്ട് അങ്ങേര് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. എന്നാലും ഏതവസ്ഥയിൽ ഇരുന്നുകൊണ്ടാണ് ഇത് എഴുതി പിടിപ്പിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. പലയിടങ്ങളിലായിട്ട് ഈ മഴക്കെടുതി വന്നതിന് ശേഷം പിണറായി വിജയനുള്ള വാഴ്ത്തുപാട്ടുകൾ കുറിപ്പുകളുടെ രൂപത്തിൽ ഉയരുന്നുണ്ട്. അതിലേക്ക് ഏറ്റവും മാരകമായിട്ടുള്ള ഒരു വേർഷനായിട്ട് എനിക്കിത് തോന്നി. എല്ലാവരും ഒന്ന് പിടിച്ചിരുന്നോണം, ആർക്കും ഒന്നും സംഭവിക്കരുത്, പിന്നെ ആരും ചിരിക്കുകയും ചെയ്യരുത്. വളരെ സീരിയസ് ആയിട്ട് ഇക്ക പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. തുടക്കം എങ്ങനെയെന്നറിയാമോ? മാപ്പിരക്കുക അയാളോട്! ! നമ്മൾ മാപ്പ് ചോദിക്കണമെന്ന് പിണറായിയോട്. അതാ തുടക്കം. 10 കൊല്ലം ഒരു രക്ഷിതാവിനെ പോലെ പിതൃസ്ഥാനത്ത് നിന്ന് കാറ്റും കോളും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും കോവിഡും നിപയും തിമിർത്താടി ആടി ഉലഞ്ഞ കേരളത്തിന് കണ്ണിൽ എണ്ണയൊഴിച്ച് രാപ്പകലില്ലാതെ അയാൾ കാവലിരുന്നു. രാത്രിയും പകലും കോവിഡ് രോഗികൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ മാറി മാറി പാഞ്ഞ് നടക്കുകയായിരുന്നു. വെള്ളവും ഉറക്കവും ഭക്ഷണവും ഒന്നുമില്ലാതെ. നമുക്കത് മറക്കാൻ കഴിയില്ല. നമ്മുടെയൊക്കെ വീടിൻ്റെ വാതിൽക്കലൊക്കെ പിണറായി വിജയൻ ഉറക്കം ഒഴിച്ച് കിടന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? കാറ്റും കോളും മണ്ണിടിച്ചിലും ഒക്കെ വന്നപ്പോൾ, നിപയൊക്കെ വന്ന സമയത്ത് കേരളം വിട്ട് അദ്ദേഹം എങ്ങോട്ടും പോയിട്ടില്ല. കേരളത്തെ തന്നെ കാത്തു രക്ഷിക്കാൻ വേണ്ടി കാവലാളായിട്ട് അദ്ദേഹം വരിഞ്ഞു മുറുക്കുകയായിരുന്നു. വേണ്ടാത്തത് കണ്ടപ്പോൾ വീട്ടുകാരണവരെ പോലെ അയാൾ ദേഷ്യപ്പെട്ടു. ദേഷ്യപ്പെട്ടതെല്ലാം വേണ്ടാത്തത് കണ്ടപ്പോൾ മാത്രമായിരുന്നു കേട്ടോ. വേണ്ടത് കണ്ടപ്പോഴെല്ലാം സമാധാനത്തോടെ ഇരുന്നു. പ്രസംഗിച്ച സമയത്ത് നന്ദി പറഞ്ഞ ഒരു സ്ത്രീയോട് മുഖം കാണിച്ചത് നമ്മളാരും മറന്നിട്ടില്ല. മനുഷ്യരെ പുറത്താക്കിയതും ഓടിച്ചതും ഒന്നും നമ്മൾ മറന്നിട്ടില്ല. അതൊക്കെ വേണ്ട ഇടങ്ങളായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടോ. നന്ദി സാർ, നല്ല ഒരു പ്രസംഗം കാഴ്ചവെച്ചതിന് എന്ന് പറഞ്ഞത് വേണ്ടാത്ത ഇടമായിരുന്നു. അത് ഞങ്ങൾ ഇപ്പോഴായിക്കാ തിരിച്ചറിയുന്നത്. അനുവാദമില്ലാതെ അകത്ത് കയറിയവരോട് കടക്ക് പുറത്ത് എന്ന് അയാൾ ശബ്ദമുയർത്തി പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട്. അനുവാദമില്ലാതെ കയറിയിരുന്നത് പിണറായി വിജയന്റെ ബെഡ്റൂമിനകത്തായിരുന്നല്ലോ, അതുകൊണ്ടാണ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്. നാട് ദുരന്തങ്ങളിൽ പകച്ചു നിന്നപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ തൻ്റെ ഓഫീസിലിരുന്ന് അയാൾ എല്ലാം നിയന്ത്രിച്ചു. ഭാഗ്യം, ഓരോരുത്തരുടെയും വീട്ടിൽ ചെന്ന് നിയന്ത്രിച്ചെന്ന് പറഞ്ഞില്ല. ഭരണതലപ്പത്തെ ഒന്നാമൻ ഉറങ്ങാതെ പ്രവർത്തന നിരതനായപ്പോൾ ജില്ലാ കളക്ട്രേറ്റുകളും താലൂക്ക് ഓഫീസുകളും വില്ലേജ് ഓഫീസുകളും പഞ്ചായത്ത് ഓഫീസുകളും ഉദ്യോഗസ്ഥരും ഇമവെട്ടാതെ അയാളുടെ നിർദ്ദേശങ്ങൾക്ക് കാതോർത്തു. അതേത് മുഖ്യമന്ത്രിയാണെങ്കിലും ഇരിക്കേണ്ടടുത്ത് ഇരുന്നു കൊണ്ട് പറയേണ്ടതുപോലെ പറഞ്ഞാൽ എല്ലാവരും കാതോർക്കും. അങ്ങനെ കാതോർക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത്. നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ടാണ്, സേവനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഇപ്പോഴെന്താ VD സതീശൻ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഉദ്യോഗസ്ഥർ ചെവി ഓർക്കുന്നില്ലേ? അവരിതൊന്നും പാലിക്കുന്നില്ലേ? ഇപ്പോൾ വില്ലേജ് ഓഫീസുകളെയും താലൂക്ക് ഓഫീസുകളെയും പഞ്ചായത്ത് ഓഫീസുകളെയും ഒന്നും ഏകോപിപ്പിക്കുന്നില്ലേ? ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള കാലത്ത് മാത്രമാണോ അത് നടന്നത്? ജലീലിക്ക, അയാളുടെ ഒരു നോട്ടം മതിയായിരുന്നു ഏത് ഉദ്യോഗസ്ഥനെയും നിലയ്ക്ക് നിർത്താൻ. ഇങ്ങനെ ഒരു കറക്റ്റ് സത്യം പറഞ്ഞിട്ടുണ്ട്. ഒരു നോട്ടത്തിൽ ഒരാളെ നിർത്തി പൊരിക്കാൻ പറ്റുന്നത് പിണറായി വിജയന് മാത്രമായിരുന്നു. കാരണം ഒരു നോട്ടം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ നോട്ടമല്ലല്ലോ. 2 ചങ്കുള്ള ഒരാൾ 2 കണ്ണുകളിലൂടെ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചാമ്പലായി പോവും. പിന്നീട് ഗോവിന്ദ മാഷ് നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്, അത് സൂര്യനാണ്, നമ്മൾ അടുത്ത് ചെന്നാൽ കത്തിപ്പോവും, ചാരവായിപ്പോവും, ചാമ്പലാക്കി കളയുമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്ക് കാര്യം പിടികിട്ടിയത്. കരിഞ്ഞ സൂര്യനാണ്. കാര്യം മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഒരു നോട്ടത്തിൽ പുള്ളി എല്ലാവരെയും പിടിച്ചു നിർത്തുമായിരുന്നു. അത്രയും പവർഫുള്ളായിരുന്നു ആ നോട്ടം. പ്രവർത്തിക്കാതെ വാക്കുകൾ കൊണ്ട് പായസം വയ്ക്കുന്ന സിവിൽ സർവീസുകാരെ അയാൾ ഒറ്റ വാക്കിൽ നിശബ്ദരാക്കി. പിണറായി വിജയന് വേണ്ടി പ്രവർത്തിക്കാത്ത സിവിൽ സർവീസുകാരെയൊക്കെ നിശബ്ദരാക്കി. അങ്ങനെ ഒരു കറക്ഷൻ വേണമായിരുന്നു. പ്രതിസന്ധികളുടെ നാളുകളിൽ ഓരോ ദിവസവും സന്ധ്യാസമയമാകുമ്പോൾ TV-ക്ക് മുമ്പിൽ കണ്ണും നട്ട് സ്ത്രീകളും കുട്ടികളും യുവാക്കളും യുവതികളും അമ്മൂമ്മമാരും മുത്തച്ഛന്മാരും ഗൃഹനാഥന്മാരും ഗൃഹനാഥകളും കാതുകൂർപ്പിച്ചിരുന്നത് മൈക്കിൾ ജാക്സന്റെ ആട്ടവും പാട്ടും ആസ്വദിക്കാനായിരുന്നില്ല. അയാളെ ഒരു നോക്ക് കാണാനും കേൾക്കാനുമാണ്. പിണറായി വിജയനെ ഒരു നോക്ക് കാണാനും ആ ശബ്ദം ഒന്ന് കേൾക്കാനുമായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി ഇരുന്നിട്ടുണ്ട്. എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗൃഹനാഥന്മാരും ഗൃഹനാഥകളും കുഞ്ഞുങ്ങളും വലിയവരും എല്ലാവരും. മൈക്കിൾ ജാക്സന്റെ ആട്ടം കാണാനല്ലല്ലോ നമ്മൾ ഇരുന്നത്. മൈക്കിൾ ജാക്സന്റെ പാട്ടിനേക്കാളും ആട്ടത്തിനേക്കാളും ഏറ്റവും കൂടുതൽ റേറ്റിംഗ് നേടി അന്ന് പോയിക്കൊണ്ടിരുന്നത് അന്നത്തെ 6 മണിക്കാറ്റാണ്, പിണറായി വിജയന്റെ വാർത്താ സമ്മേളനങ്ങളാണ് എന്നാണ് ജലീലിക്ക പറഞ്ഞു വരുന്നത്. ഇത് എവിടുന്ന് വരുന്നിക്ക? എൻ്റെ ദൈവമേ! ഗോവിന്ദ മാസ്റ്ററൊക്കെ ഇനി KT ജലീലിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കണം കേട്ടോ. അയാളുടെ ഗൗരവത്തിലുള്ള വരവും ഇരുത്തവും
തുടങ്ങാം എന്ന് പറഞ്ഞുള്ള പത്രസമ്മേളനവും ജനങ്ങൾക്ക് നൽകിയ സമാധാനവും ആത്മവിശ്വാസവും ചെറുതല്ല. ഇങ്ങേര് തന്നെ പറയുന്നുണ്ട്, ഗൗരവത്തോടെയാണ് വരുന്നത്. കേരളത്തിലെ ജനങ്ങൾ എന്തോ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നത് പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നത് പോലുള്ള ഗൗരവമാണ് എപ്പോഴും മുഖത്ത്. അതാണ് സ്ഥായി ഭാവം. അങ്ങനെ വന്നിരുന്നുണ്ട് തുടങ്ങാം എന്ന് പറഞ്ഞ് കണക്ക് വായിക്കും. ഇന്ന് എത്ര പേർക്ക് രോഗം സ്ഥിരീകരിച്ചു, എത്ര മരണം നടന്നു, എത്ര പേരിലേക്ക് രോഗം പടർന്നു, എത്ര പേർക്ക് പോസിറ്റീവായി നെഗറ്റീവായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തത് വായിച്ചു. അതാണെന്ന് നമുക്ക് സമാധാനവും ആത്മവിശ്വാസവും പകർന്നത്. ഇതൊക്കെ നമുക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ ഇക്ക. തങ്ങളുടെ കുടുംബം അപായത്തിൽപ്പെട്ടിട്ടില്ലെന്നും റിലീഫ് ക്യാമ്പുകളിൽ അവർ സുരക്ഷിതരാണെന്നും പ്രവാസികൾ അറിഞ്ഞത് കോപ്രായങ്ങളും പരിഹാസങ്ങളും അംഗവിക്ഷോഭങ്ങളും ആക്രോശങ്ങളുമില്ലാത്ത അയാളുടെ വാക്കുകളിൽ നിന്നാണ്. കോപ്രായങ്ങളില്ല, പരിഹാസങ്ങളില്ല, അംഗവിക്ഷേപങ്ങളില്ല. ഓരോ വാക്കുകൾ വായിന്ന് വന്നിട്ടുള്ളത് പ്രത്യേകം ഒരു ഡിക്ഷണറി ആക്കാനും മാത്രം ഉണ്ടല്ലോ ഇക്ക. എന്നിട്ട് നിങ്ങളിതൊക്കെ മറന്ന് കേരളത്തിലെ ജനങ്ങളോട് ഇങ്ങനെ പറയണമെങ്കിൽ നിങ്ങളുടെ ഒരു ആത്മബലം അത് ഭയങ്കരമാണ്. ദുരന്ത ഭൂമികളിൽ ഓടിയെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട സമയത്ത് അയാൾ ഒരാളുടെ തീന്മേശയുടെയും മുന്നിലിരുന്ന് കോഴിക്കാലിനോടും നെയ്മീനിനോടും ബിരിയാണിയോടും മൽപ്പിടുത്തം നടത്തുകയായിരുന്നില്ല. അതിപ്പോൾ വി ഡി സതീശൻ പോയി ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലേ, അതുകൊണ്ടാണ് ഇത്രയും വലിയ കനത്ത ഒരു ഡയലോഗിന് പുള്ളിക്കാരന് ചാൻസ് കിട്ടിയത്. നെയ്മീനിനോടൊക്കെ മൽപ്പിടുത്തം നടത്തുന്ന കാര്യം എടുത്തു പറഞ്ഞ എന്തിനാ? പിണറായി വിജയനെ ആക്കിയതാണോ? ചൂരമീൻ പറ്റത്തില്ല, നെമ്മീൻ മാത്രമേ കഴിക്കത്തുള്ളൂ, അതിന് സഖാക്കളെല്ലാം കൂടെ കുറേ കിടന്ന് ആദി പിടിച്ച കഥയൊക്കെ ദിവാകരൻ കൊച്ചാട്ടം പറഞ്ഞത്. വെള്ളം തലയ്ക്ക് മീതെ മൂടി നിൽക്കുന്ന മധ്യ കേരളത്തിലെ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ കാണാൻ ഹെലികോപ്റ്ററിൽ പോകുന്നതിന് പകരം ഭാര്യാപിതാവിൻ്റെ രോഗാവസ്ഥ കാണാൻ സർക്കാർ സംവിധാനം ദുരുപയോഗിച്ച് അയാൾ പറന്നില്ല. അമ്മായിയച്ഛനെ കാണാൻ വേണ്ടി ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് പിണറായി വിജയൻ പറന്നില്ല. പക്ഷെ പാർട്ടി സമ്മേളനങ്ങൾക്ക് വേണ്ടി പോയായിരുന്നു. എന്നിട്ട് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ആ പൈസ അങ്ങ് എഴുതി എടുക്കുകയും ചെയ്തായിരുന്നു. അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഹെലികോപ്റ്ററിൽ കയറി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങും പോയിട്ടേ ഇല്ല. അല്ലാത്ത ഫ്ലൈറ്റിൽ കയറി അമേരിക്കയിൽ സുഖചികിത്സയ്ക്കൊന്നും പോയിട്ടേ ഇല്ല. അതൊന്നും കേരളത്തിലെ ജനങ്ങളുടെ പൈസ ഉപയോഗിച്ചേ അല്ല. പോകുമ്പോഴൊന്നും കുടുംബത്തെ ഒന്നും കൊണ്ടുപോയിട്ടേ ഇല്ല. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കലാണ് ദുരിതാശ്വാസ പ്രവർത്തനമെന്ന് അയാൾ ഒരിക്കലും തെറ്റിദ്ധരിപ്പിച്ചില്ല. അയ്യോ, പ്രളയത്തിൻ്റെ സമയത്തൊക്കെ ഇവിടെ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിച്ചായിരുന്നു കേട്ടോ. പിണറായി വിജയൻ ആദ്യം മുറ്റത്തോട്ട് ചെല്ലും, സ്കൂളിൻ്റെ മുറ്റത്ത് ചെന്നിട്ട് പരമാവധി കുടിച്ചു പറ്റിക്കും, ബാക്കി കോരി പറ്റിക്കും ജലം, അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രളയജലം. എന്നിട്ട് അവിടെ കുട്ടികളെ കയറ്റിയിരുത്തി പഠിപ്പിച്ചിട്ടായിരുന്നു വരുന്നത്. ഓരോ സ്കൂളുകളുടെയും വാതിക്കലേക്ക് ഓടി ഓടി എത്തുമായിരുന്നു പിണറായി വിജയൻ എന്ന കാഴ്ച നമ്മൾ ഇതുവരെ മറന്നിട്ടില്ലല്ലോ. 10-ലധികം ആളുകൾക്ക് പ്രകൃതിയുടെ വികൃതിയിൽ ജീവൻ നഷ്ടപ്പെട്ട ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യുന്നത് പോകട്ടെ. നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ഇങ്ങനെ പറയാൻ? കേരളത്തിലെ വലിയ വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് നിങ്ങളാരും ആഹാരം കഴിച്ചിട്ടില്ലേ? നിങ്ങളാരും ഉദ്ഘാടനങ്ങൾക്ക് പോയിട്ടില്ലേ? നിങ്ങൾ തുള്ളിച്ചാടി ഡാൻസ് കളിക്കുന്ന വീഡിയോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ നിങ്ങളുടെ മന്ത്രിമാർ ആ സമയത്ത്. അങ്ങനെ ഒന്നിനെക്കുറിച്ച് അയാൾ ചിന്തിക്കുക പോലും ചെയ്തില്ല. പിണറായി വിജയൻ ഇരുന്ന് കരച്ചിലായിരുന്നെന്നാണ് പറയുന്നത്. ഉപവാസം, ഫുൾ ടൈം ഒന്നും കഴിക്കാതെ ഇരുന്ന് പ്രളയത്തിൻ്റെ സമയത്തും ചൂരൽമല ദുരന്തത്തിൻ്റെ സമയത്തും കോവിഡിൻ്റെ സമയത്തും നിപ്പയുടെ സമയത്തും എല്ലാം കുളിക്കുകയില്ല, തുണിയെ മാറുകയില്ല, കഴിക്കുകയില്ല, ഒരു മുറിക്കകത്ത് അങ്ങനെ ഇരുന്നുകൊണ്ട് ഒരേ കരച്ചിൽ ജനങ്ങൾക്ക് വേണ്ടി. അതായിരുന്നു പിണറായി വിജയൻ ചെയ്തത്. പോരെ, സ്ഥാനത്തും അസ്ഥാനത്തും വേണ്ടിടത്തും വേണ്ടാത്തിടത്തും വാ തുറന്നും കണ്ടുരുട്ടിയും ചിരിച്ചും ഇളിച്ചും അഭിനയിച്ചും ആരെയും അയാൾ പൂക്കികളാക്കിയില്ല. പൂക്കി ആകണമെങ്കിൽ ഇത്തിരി പാടാ. പൂക്കി എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട ആളെന്നാ. ഒരുത്തർക്കും പ്രിയപ്പെട്ട ആളായിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പുണ്ടാ. കണ്ണ് ഉരുട്ടിയിട്ടില്ലെന്ന്. എത്ര അടുത്ത് കണ്ണ് ഉരുട്ടിയേക്കുന്ന്. ഒരാൾക്കൊരു കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് വഴിയെ നടന്നു പോകാൻ പറ്റാത്ത ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, എല്ലാത്തിനെയും പിടിച്ച് അകത്തിടുന്ന. കറുത്ത അണ്ടർവെയർ ഇടാൻ മനുഷ്യർക്ക് പേടിയായിരുന്ന സമയമുണ്ട്. കാക്ക ഇതുവഴി ഒന്ന് പറക്കാൻ പേടിച്ച സമയമുണ്ട്. ഒരാൾ കൂ എന്നൊന്ന് കൂവി ശബ്ദം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അപ്പം തന്നെ അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ള കഥകൾ ഇവിടെ ഉണ്ട്. ആരെയും പേടിയില്ലായിരുന്നു, ആരെയും പേടിപ്പിക്കത്തുമില്ലായിരുന്നു. അയ്യോ, ഒരു രൂപക്കൂട് പണിതാലോ. ആവശ്യമുള്ളപ്പോൾ മാത്രം അയാൾ ചിരിച്ചു, ആവശ്യമുള്ളപ്പോഴൊന്നും അയാൾ ചിരിച്ചിട്ടില്ല. അത്യാവശ്യത്തിന് മാത്രം അയാൾ സംസാരിച്ചു, അത്യാവശ്യമുള്ളിടത്തൊന്നും അയാൾ സംസാരിച്ചിട്ടില്ല. അധിക പ്രസംഗം നടത്തിയവരോട് സമയാസമയങ്ങളിൽ അയാൾ പ്രതികരിച്ചു. അധിക പ്രസംഗം നടത്തിയവരോട് മാത്രം കറക്റ്റ് സമയത്ത് അയാൾ ഒന്നും പ്രതികരിച്ചിട്ടില്ല. സാധാരണക്കാരോടും പാവപ്പെട്ട മനുഷ്യരോടുമാണ് അയാൾ കാണിച്ചതെല്ലാം. പറയേണ്ടത് പറയേണ്ട സമയത്ത് ഒരു മടിയും കൂടാതെ അയാൾ മൊഴിഞ്ഞു. ആ പദപ്രയോഗമൊക്കെ മൊഴിഞ്ഞു. അയ്യോ, തിരുവായ തുറന്ന് മൊഴിഞ്ഞു. രായാവായിട്ടല്ലേ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ പറയണം. പറയേണ്ടത് പറയേണ്ട സമയത്ത് ഒരു മടിയും കൂടാതെ, പറയേണ്ടത് പറയേണ്ട സമയത്തൊന്നും ഒരു മടിയും കൂടാതെ എങ്ങും പറഞ്ഞിട്ടില്ല.
മോളുടെ പേരിൽ ഒരു കേസ് വന്നപ്പോൾ വാ തുറന്ന് അതിനെക്കുറിച്ച് കാമാന്ന് 2 അക്ഷരം മിണ്ടിയില്ല. അവസാനം മിണ്ടിയതോ വൻ ഫ്ലോപ്പ്. കുറേ ഇരുന്ന് ആലോചിച്ചൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയതാ. എൻ്റെ ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് മോള് വെട്ടിക്കട തുടങ്ങിയത്, എൻ്റെ കൈ ശുദ്ധമാണെന്ന് പറഞ്ഞ് ഡെറ്റോൾ ഇട്ട് കഴുകി കൈയും പൊക്കി കാണിച്ച്. അങ്ങനെ ഫ്ലോപ്പായ ഒരു സ്ക്രിപ്റ്റ് മാത്രമാണ് മോളുടെ വിഷയത്തിൽ ആകെ വാ തുറന്ന് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. പൊതുവേദികളിൽ ആരോടും പ്രത്യേക മമതയോ വിദ്വേഷമോ അനിഷ്ടമോ അയാൾ പ്രകടിപ്പിച്ചിട്ടില്ല. പൊതുവേദിയിലിരുന്ന അടുത്ത് സംസാരിക്കാൻ വന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഇരിക്കവിടെ എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചത്. പിന്നെ ഒരു സഖാത്തി അടുത്ത് ഒരു സെൽഫിയോ മറ്റോ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് രൂക്ഷമായിട്ട് നോക്കിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചു വിട്ടു. പൊതുവേദികളിൽ എവിടെയൊക്കെ എന്തൊക്കെ കാണിക്കാമോ അതെല്ലാം കാണിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരോട് കാണിച്ചിട്ടുള്ളത് പിന്നെ എണ്ണിയാൽ ഒടുങ്ങത്തില്ല. മറ്റു മുഖ്യമന്ത്രിമാർ ഇവിടേക്ക് വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഡാഷ് മോനെ, അല്ലാത്ത മോനെ, മറ്റേ മോനെ, മറിച്ച മോനെ എന്നൊക്കെയാണ് വിളിച്ചേക്കുന്നത്. ആരോടും ഒരു വിദ്വേഷം ഒന്നുമില്ല കേട്ടോ. ഒരു പ്രത്യേക മമത പിന്നെ ആരോടും കാണിക്കത്തില്ല. പിൻവാതിലൊക്കെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു, അത് തുറന്നിട്ടേ ഇല്ല, ആരും തിരികെ കയറ്റിയിട്ടേ ഇല്ല. ആശാവർക്കർമാരൊക്കെ ഇവിടെ സമരം ചെയ്തപ്പോൾ അവരോട് കാണിച്ച ഒരു മമത, അവരോട് കാണിച്ച ഒരു സ്നേഹം, ആ സമീപനം, അതും നമ്മൾ മറന്നിട്ടില്ല. ഒറ്റ മുഖമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആരും തെറ്റിദ്ധരിക്കരുതേ, പിണറായി വിജയൻ ഒറ്റ മുഖമേ ഉള്ളൂ. ചങ്ക് 2 എണ്ണം ഉണ്ടെങ്കിലും മുഖം 1 എണ്ണേ ഉള്ളൂ. എല്ലാവർക്കും നമുക്കറിയാമല്ലോ. ഇഷ്ടക്കാരുടെ അടുത്ത് ഒരു മുഖം, അല്ലാത്തവരുടെ അടുത്ത് മറ്റൊരു മുഖം, വേണ്ടപ്പെട്ടവരുടെ അടുത്ത് വേറൊരു മുഖം, കേരളത്തിന് പുറത്ത് ചെല്ലുമ്പോൾ മറ്റൊരു മുഖം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചു വെച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയായിരുന്നു. 2 ചങ്കും 1 മുഖമാണ് കേട്ടോ. ആരുടെയും കയ്യടി വാങ്ങാൻ അയാൾ ഒന്നും ചെയ്തില്ല. പാവം. പിന്നെ വാഴ്ത്തുപാട്ടൊന്നും എഴുതുന്നത് ഇഷ്ടമല്ലായിരുന്നു, കേട്ടുകൊണ്ടിരിക്കത്തേ ഇല്ലായിരുന്നു. മെഗാ തിരുവാതിരയൊക്കെ നടന്ന സമയത്ത് അവരെല്ലാം പിടിച്ച് ജയിലിലിട്ടെന്നാണ് കേട്ടത്. സഹിക്കാൻ വയ്യാഞ്ഞിട്ട് എന്നെ ആരും പൊക്കി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് എല്ലാം പോയി ജയിലിൽ കിടക്കുന്നൊക്കെ പറഞ്ഞെന്നാണ് പറയുന്നത്. പിന്നെ വാഴ്ത്തുപാട്ട് എഴുതിയ ഒരാൾക്ക് ജോലി കൊടുത്ത കാര്യം എവിടുന്ന് വരുന്നിങ്ങേര്. ആരുടെയും പ്രീതി സമ്പാദിക്കാൻ അയാൾ താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും പാട്ടുകളൊക്കെ ഇറങ്ങിയത്. ആൽബം വരെ ഇറക്കിയില്ലേ, അവസാനം സിനിമ പിടിച്ചില്ലേ, മോഹൻലാലുമായിട്ടൊരു സിനിമ പിടിച്ചില്ലേ. ആളുകളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയല്ല ചെയ്തത്, ആളുകളെ വെറുപ്പിക്കാൻ വേണ്ടി. കറക്റ്റ്. ഇങ്ങനെ കുറേ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സമ്മാനവും ആരുടെ കയ്യിൽ നിന്നും അയാൾ വാങ്ങിച്ചില്ല. എല്ലാവരെയും തുല്യരായി അയാൾ കണ്ടു. കർത്തയുടെ കയ്യിൽ നിന്ന് എന്തിനുള്ള പ്രതിഫലമായിട്ടാണ് മോള് കൈപ്പറ്റിയത്? തന്നെ താനാക്കിയ പാർട്ടിയെ അയാൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അറിയിച്ചു. അതുകൊണ്ടാണ് പാർട്ടി ഒന്നടങ്കം അവസാനം തള്ളിപ്പറയേണ്ട ഗതികേടിലെത്തിയത്. പാർട്ടിക്ക് ക്ഷീണം വരുത്തുന്ന ഒന്നും അയാൾ പ്രവർത്തിച്ചില്ല. പാർട്ടിക്ക് ക്ഷീണം വരുത്താനേ അയാൾ ശ്രമിച്ചിട്ടുള്ളൂ. പാർട്ടിയുടെ ക്ഷീണം മാറ്റാൻ വേണ്ടി അയാൾ പ്രവർത്തിച്ചതേയില്ല. പാർട്ടിയെ എങ്ങനെ ക്ഷീണിപ്പിച്ച് എല്ലും തൊലിയാക്കാം, എങ്ങനെ അറബിക്കടലിൽ താക്കാം എന്ന ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച് നടന്ന ആളാണ് പിണറായി വിജയൻ. പാർട്ടിക്ക് ക്ഷീണം വരുത്തിയില്ല. പുറത്തൊന്ന് പറയുകയും അകത്ത് മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്ന നെറുകെട്ട ഏർപ്പാട് തല പോകുമെന്ന് പറഞ്ഞാലും അയാൾ ചെയ്തില്ല. ഒരു ഭീഷണിക്ക് മുന്നിലും അയാൾ വഴങ്ങിയില്ല. തല പോകുന്ന കേസ് കേട്ടാണെങ്കിലും നെറുകേട് കാണിക്കത്തില്ല. അയ്യോ, തലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പാവപ്പെട്ട കുറേ ചെറുപ്പക്കാരുടെ തല അടിച്ചു പൊട്ടിച്ച സംഭവം, ചെടിച്ചട്ടി ഹെൽമെറ്റും കൊണ്ട് അടിച്ചു പൊട്ടിച്ച സംഭവം കൺമുന്നിൽ കണ്ടിട്ട് അത് രക്ഷാപ്രവർത്തനമായിരുന്നു, വധശ്രമം അല്ല എന്ന് പറഞ്ഞ ആളല്ലേ, സാക്ഷി പറഞ്ഞ ആളല്ലേ, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആരെപ്പറ്റിയുമുള്ള കുറ്റം പറച്ചിലുകൾ അയാൾ ഇഷ്ടപ്പെട്ടില്ല. അതിപ്പോഴും പറയത്തില്ല, പണ്ടും പറയത്തില്ല കേട്ടോ. പ്രതിപക്ഷ പാർട്ടിക്കാരെ കുറിച്ചൊക്കെ നല്ലത് മാത്രമേ പറയത്തുള്ളൂ. അവരൊക്കെ ഈ നാടിന് ആവശ്യമാണ്, അവർ വേണ്ടതാണ്. എന്തിന് മോദിയെക്കുറിച്ചും അമിത്ഷായെയൊക്കെ കുറിച്ച് പറഞ്ഞത് കേൾക്കണം. എന്തൊരു സ്നേഹത്തോടെ അവരെക്കുറിച്ചൊക്കെ സംസാരിച്ചേ. ആരുടെയും കുറ്റം പറയുകയില്ല. ഇതെങ്ങനെ വായിച്ച് തീർക്കുമെന്ന് എനിക്കറിയില്ല. അതാ ഇപ്പോൾ തന്നെ 10-15 മിനിറ്റായി. അഹങ്കാരി എന്ന് മുദ്ര കുത്തി നാട്ടുകാർ. സോഷ്യൽ മീഡിയ അയാളെ കളിയാക്കി, ഹൃദയശൂന്യൻ എന്ന് വിളിച്ചു, അഴിമതിക്കാരൻ എന്ന് വിളിച്ചു. ഇതൊക്കെ നമ്മൾ വിളിച്ചതാണ്, ഇതൊന്നും ചെയ്തിട്ടില്ല. ഹൃദയശൂന്യനല്ല, ഹൃദയ അകത്തിരിപ്പുണ്ട്, ആർക്കോ വേണ്ടി തുടിക്കുന്നുണ്ട്, അഴിമതി ചെയ്തിട്ടില്ല. നമ്മൾ ഈ കേട്ട കേസ് കെട്ടുകളൊക്കെ വെറുതെയാണെന്നാണ് പറയുന്നത്. സ്യൂഡോ കമ്മ്യൂണിസ്റ്റ് എന്ന് ആക്ഷേപിച്ചു, അങ്ങനെയല്ല. ഇടത് ഹിന്ദുത്വ വക്താവെന്ന് അധിക്ഷേപിച്ചു, അങ്ങനെയല്ല. നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഓവർ ടൈം പണിയെടുത്തിട്ടുണ്ട് ജലീലിക്ക. പത്രക്കാരോട് അയാൾ കള്ളം പറഞ്ഞില്ല, പറഞ്ഞത് ന്യായീകരിക്കാൻ അയാൾ നുണക്കഥകൾ മെനഞ്ഞില്ല. ചോദ്യം ആരാണ് അയാൾ? ഉത്തരം ഒരേ ഒരു പിണറായി വിജയൻ. അത് കറക്റ്റ്. പിണറായി വിജയൻ എന്ന് പറയുന്ന സാധനം ഒരെണ്ണേ ഉള്ളൂ, ഒറ്റ എണ്ണം, ലിമിറ്റഡ് എഡിഷൻ. പിന്നെ ഇതിൻ്റെ കൺക്ലൂഷനാണ് കേട്ടോ ഏറ്റവും ഹൈലൈറ്റ്. ആ മനുഷ്യനോടാണ് നാം നന്ദികേട് കാട്ടിയത്. നമ്മൾ നന്ദികേട് കാണിച്ചത് പിണറായി വിജയനോട്. അതിനുള്ള ശിക്ഷയാണോ കേരളം അഭിമുഖീകരിക്കുന്ന? ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥ, ഒരു തരം അനാഥത്വം.
നമ്മളെല്ലാം പിണറായി വിജയനോട് കാണിച്ച തെറ്റിനുള്ള ശിക്ഷയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അനാഥത്വമാണെന്ന്, ഇവിടെ ഭരിക്കാൻ ആരും ഇല്ലെന്ന്, പിണറായി വിജയൻ അല്ലാതെ ആരെക്കൊണ്ടും ഈ കേരളം ഭരിക്കാൻ പറ്റത്തില്ല എന്നാണ് ജലീലിക്ക പറയുന്നത്. കേരളമേ മാപ്പിരക്കുക, എല്ലാവരും എരന്നോണേ, ക്ഷമാപണം നടത്തുക, എല്ലാവരും നടത്തിക്കോണേ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അയാളെ തെറ്റിദ്ധരിച്ചതിന്. നമ്മളൊക്കെ പിണറായി വിജയനെ തെറ്റിദ്ധരിക്കുകയായിരുന്നു കേട്ടോ, അതും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട്. നമ്മളുടെ ഒന്നും കൺമുന്നിൽ നമ്മൾ കണ്ടതൊന്നും സത്യമായിരുന്നില്ല. നമ്മുടെ ഒന്നും കണ്ണുകളെ നമ്മൾ വിശ്വസിച്ചുകൂടാ. നമ്മുടെ കണ്ണുകളും നമ്മുടെ മനസ്സും നമ്മുടെ തലച്ചോറും ഒക്കെ നമ്മളോട് സ്ഥിരമായിട്ട് കള്ളം പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറിയല്ലോ. എൻ്റെ പൊന്നിക്ക, ഇതിനേക്കാളും ഭേദം പറയുന്നില്ല.